Hello everyone. We are looking to the remaining area for the culture studies. So we were dealing with culture studies for the last class, and now we have to continue with the another subtopic in culture studies named Center for Contemporary Culture Studies. So let's look to Center for Contemporary Culture Studies, CCCS, Center for Contemporary Culture Studies. So you have to note it because it's very important when it comes to culture studies. So the Center for Contemporary Culture Studies was founded at the University of Birmingham by Richard Hogarth in 1964. So just note the important points that you can see here in this display. So it's founded in University of Birmingham by whom? By Richard Hogarth in the year 1964. Okay, so it's also known as Birmingham Center for Culture Studies, or shortly as Birmingham Center. So we have two another name, Birmingham Center for Culture Studies, and very shortly Birmingham Center. Okay, so you can note these sub names. The term culture studies was first used by Richard Hogarth in naming the center. So Richard Hogarth used the term cultural studies for the first time. And for what purpose he used the term? In order to mention CCCS, Center for Contemporary Culture Studies. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതിൻ്റെ ഒരു ഉത്ഭവത്തിൽ തന്നെയാണ് റിച്ചാർഡ് ഹൊഗാർട്ട് ഈ ഒരു കൾച്ചർ സ്റ്റഡീസ് എന്നുള്ളൊരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്. In naming the center, okay, so it had a profound effect on socio-cultural analysis, the spread of interdisciplinarity, and the engaged intellectuals practices of academics in the humanities and social sciences that registered well outside the field of culture studies. So just after the beginning of CCCS, it made an impact on socio-cultural analysis. എല്ലാ മേഖലയിലോട്ടും ഇതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു പ്രതിഫലനം വന്നിട്ടുണ്ട്, എസ്പെഷ്യലി സോഷ്യോ കൾച്ചറൽ അനാലിസിസിൻ്റെ മേഖലയിലോട്ട്. അതുപോലെ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി, ഐ മീൻ 2-3 സബ്ജക്റ്റുകൾ ഒരുമിച്ച് എടുത്തിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു രീതി. സോ ആ ഒരു മേഖലയിലോട്ടും CCCSൻ്റെ ഒരു സ്വാധീനം വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിലുള്ള ഇൻ്റലക്ച്വൽസ്, അവിടെയുള്ള ഡോക്ടേഴ്സ്, അവിടെയുള്ള എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ഒരു ഉയർന്ന രീതിയിൽ നിൽക്കുന്ന ഇൻ്റലക്ച്വൽ ലെവലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ്, അക്കാഡമിക് എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ആളുകൾ. സോ ഇവരെല്ലാം ഈ ഒരു സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസിലുള്ള തിയറികളും വ്യക്തികളും ഇവരെയെല്ലാം ബാധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസസ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളിലെല്ലാം ഈ ഒരു പ്രതിഫലനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൾച്ചർ സ്റ്റഡീസ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമ്മുടെ കൾച്ചർ സ്റ്റഡീസ് തന്നെയാണ് നമ്മുടെ മെയിൻ പോയിൻ്റ്. ബട്ട് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇവർ ഡിസ്കസ് ചെയ്യുന്നത് കൾച്ചർ തന്നെയാണ്. ഐ മീൻ സമൂഹത്തെയാണ്, നമ്മുടെ സംസ്കാരത്തെയാണ്. ഓക്കെ, so the work of the center was characterized by a radical, new left influenced anti-elitist approach to the culture and ideology. സോ ആക്ച്വലി ഒരു സെൻറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് മുന്നോട്ട് പോയിരുന്നത് ഒരു റാഡിക്കൽ മെത്തേഡിലാണ്. ഐ മീൻ ഒരു പരിഷ്കാരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു രീതിയിലാണ്. ഭയങ്കരമായിട്ട് ഒരു ന്യൂ തിങ്കിങ് ആണ് ഇവർ കൊണ്ടുവന്നിരുന്നത്. അതുവരെ നിലനിന്നിരുന്ന ട്രഡീഷണൽ തിങ്കിങ്ങിൽ നിന്നും മാറിയിട്ട് ഒരു പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ തിങ്കിങ് ആണ് ഇവർ കൊണ്ടുവരുന്നത്. ആൻഡ് ന്യൂ ലെഫ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ആൻറ്റി എലൈറ്റിസ്റ്റ് അപ്രോച്ച്. ന്യൂ ലെഫ്റ്റ് മീൻസ് മാർക്സിസത്തിൽ തന്നെ വന്നിട്ടുള്ള പുതിയൊരു കാറ്റഗറിയാണ് ന്യൂ ലെഫ്റ്റ് മാർക്സിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂ ലെഫ്റ്റ് എന്ന് പറയുന്നത്. ന്യൂ ലെഫ്റ്റ്. സോ അതുപോലെ ന്യൂ ലെഫ്റ്റ് അവരുടെ സ്വാധീനം ഒരുപാട് നമ്മുടെ CCCSനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി എലൈറ്റിസ്റ്റ്. എലൈറ്റിസ്റ്റ് മീൻസ് ഈ പ്രമാണിമാർ. അപ്പോൾ അവർക്കെതിരെ, ഐ മീൻ ഒരു രീതിയിൽ പറഞ്ഞാൽ ആൻറ്റി ക്യാപിറ്റലിസത്തിനും എതിരെ ഉള്ള ഒരു ചർച്ചകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തിങ്കിങ്ങും തിയറീസും എല്ലാം ഈ
CCCSലൂടെ ഉയർന്നു വന്നിട്ടുണ്ട്. സോ ആൻറ്റി എലൈറ്റിസ്റ്റ് അപ്രോച്ച് ടു കൾച്ചർ ആൻഡ് ഐഡിയോളജി, അതുപോലെ തന്നെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഐഡിയോളജി, നമ്മുടെ പ്രത്യയശാസ്ത്രം, വിശ്വാസ സംഹിത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു CCCSൽ വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, റിച്ചാർഡ് ഹൊഗാർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിച്ചാർഡ് ഹൊഗാർട്ട്. സോ ideology focusing, for example, on subcultures, the media and the state, and they give much importance to studying about subcultures. Subcultures means about media and about the state, about the political power that rules a state. ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഭരണകൂടം, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണകൂടം, ആ രാജ്യത്തുള്ള മീഡിയ, ഇങ്ങനെയുള്ള സബ് കൾച്ചേഴ്സിനെ വരെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഈ ഒരു സെൻറ്ററിൽ ചെയ്തിട്ടുള്ളത്. ദ സെൻറ്റർ ഹാസ് ബീൻ ഇൻസ്ട്രുമെൻ്റൽ ഇൻ മേക്കിംഗ് കൾച്ചർ സ്റ്റഡീസ് സ്പ്രെഡ് റാപ്പിഡ്ലി അക്രോസ് ഫോർ ദ ഡിസിപ്ലിൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്. സോ ഈ ഒരു സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു സെൻറ്റർ ഒരു റീസൺ ആവാണ് ചെയ്തിട്ടുള്ളത്. എന്തിന്? കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ടോപ്പിക്ക് ഒരു വൈഡ് സ്പ്രെഡ്, അതിനൊരു ഫെയിംനെസ് കിട്ടിയത്, അല്ലെങ്കിൽ അതൊരു വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് മാറിയത് ഈ ഒരു CCCSൻ്റെ വരവോട് കൂടിയാണ്. ഇതിൻ്റെ ഒരു ഫൗണ്ടിങ്, ഒരു സ്റ്റാർട്ടിങ്ങോട് കൂടിയാണ്. അങ്ങനെ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും മറ്റ് ഡിസിപ്ലിൻസ്, മറ്റ് സബ്ജക്റ്റുകളിലോട്ടും വരെ ഈ ഒരു കൾച്ചർ സ്റ്റഡീസ് വ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കൾച്ചർ സ്റ്റഡീസിൻ്റെ പഠനത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും പ്രതിഫലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. The center was an encapsulation of the spirit of the 60s. ഇപ്പോൾ ഇവർ പറയുന്നത് CCCS എന്നുള്ളത് 1960-കൾ 60s ഒരു ക്യാപ്സ്യൂൾ രൂപമാണെന്നാണ് പറയുന്നത്. 1960-കളിൽ എന്താണ് ആക്ച്വലി നമുക്ക് ലോകത്തോട് നീളം കാണാൻ പറ്റുന്നത്, അത് ആക്ച്വലി കൾച്ചറിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണെന്നാണ് ഇവർ പറയുന്നത്. സോ കൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്, which had been sometimes called the cultural decade. അതുകൊണ്ട് തന്നെ ഈ ഒരു 60s-നെ 1960-കളെ വിളിക്കുന്നത് എന്താണ്? കൾച്ചറൽ ഡിക്കേഡ് എന്നാണ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ദ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ലൈക്ക് US ബാക്ക്ഡ് ക്യൂബൻ ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ. ഒരുപാട് കൾച്ചർ സമൂഹത്തിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഓരോരോ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം നടക്കുന്നത് 1960-കളിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 1960-കളിൽ ആണ് നമ്മുടെ CCC വന്നിട്ടുള്ളത്. CCCൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോട് കൂടി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ചൊക്കെ കൾച്ചറിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. സോ ദ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ലൈക്ക് ദ US ബാക്ക്ഡ് ക്യൂബൻ ബേ ഓഫ് പിഗ്സ്. ബേ ഓഫ് പിഗ്സ് എന്നുള്ളത് ക്യൂബയിൽ നടന്നിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ഫിഡൽ കാസ്ട്രോയുടെ ഭരണത്തിനെതിരെ ക്യൂബയിലുള്ള ഫിഡൽ കാസ്ട്രോയെ എതിർക്കുന്ന കുറച്ച് കാറ്റഗറിയും, പിന്നെ അവർ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ്, US-ൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻവേഷൻ, ഈ ഒരു കടന്നുകയറ്റത്തിന് അവർ തയ്യാറായിട്ടുള്ളത്. അവർ ട്രൈ ചെയ്തത്, പക്ഷെ അത് പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അസാസിനേഷൻ ഓഫ് പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള നമ്മുടെ ജോൺ എഫ് കെന്നഡിയെ വധിക്കുന്നതൊക്കെ ആ ഒരു 1960s-ലാണ്. അതുപോലെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ആൻഡ് വിയറ്റ്നാം വാർ engendered enduring changes in social and cultural domains. നമ്മുടെ ക്യൂബൻ മിസൈൽ ക്രൈസിസും വിയറ്റ്നാം വാറും ഇതെല്ലാം എന്തിനു കാരണമായിട്ടുണ്ട്? ഒരു തരത്തിലുള്ള engendered enduring changes in social and cultural domains. നമ്മുടെ സംസ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൻ്റെയൊക്കെ പല മേഖലകളിലും ഇത് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഒരു തരത്തിലും നമുക്ക് അവഗണിക്കാൻ പറ്റാത്ത ചേഞ്ചസ്, ഒരു തരത്തിലും നമുക്ക് നശിപ്പിക്കാൻ പറ്റാത്ത ചേഞ്ചസ്, ഐ മീൻ ഒരു പ്രൊഫൗണ്ട് ചേഞ്ചസ് എല്ലാ ഒരു രീതിയിലും ക്യൂബൻ മിസൈൽ ക്രൈസിസിനും അല്ലെങ്കിൽ വിയറ്റ്നാം വാറിനൊക്കെ ശേഷം നമ്മുടെ ആ ഒരു കൾച്ചറിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ കൾച്ചറിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള വർഷമാണ് 1960 അല്ലെങ്കിൽ 1960-കളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. ദ റൈസ് ഓഫ് ആൻറ്റി വാർ മൂവ്മെൻറ്റ്സ്, അതുപോലെ ഒരുപാട് മൂവ്മെൻറ്റ്സ് പറയുന്നുണ്ട് ഇവിടെ. ആൻറ്റി വാർ മൂവ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ ഉയർന്നു വരവ്, ഐ മീൻ വാറിനെതിരെ, യുദ്ധത്തിനെതിരെയുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ കടന്നു വരവൊക്കെ
ഈ 1960-കളിലാണ്. അതുപോലെ ബ്ലാക്ക് പവർ, ആഫ്രിക്കയിൽ ഉള്ള ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഐ മീൻ ബ്ലാക്ക് പവർ, ബ്ലാക്ക് റെപ്രസെൻറ്റ്സ് ഹിയർ ആഫ്രിക്ക. ഓക്കെ. സോ ആൻറ്റി ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് സോഷ്യലിസം, അതുപോലെ ആൻറ്റി ക്യാപിറ്റലിസം, ആൻറ്റി ഡെമോക്രാറ്റിക് സോഷ്യലിസം, ഐ മീൻ ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ മോശം ഭരണരീതിക്കെതിരെയുള്ള ഒരുപാട് മൂവ്മെൻറ്റ്സും ഈ ഒരു ടൈമിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെറേറ്റീവ്സ്, എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ, ഐ മീൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് മീൻസ് ഈ ചർച്ച് അങ്ങനെ റിലീജിയസിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെയും ഒരുപാട് മൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ. നമുക്കറിയാം ഈ ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ പോയിട്ട് ചർച്ചിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയും പുരോഹിതന്മാരെ ചോദ്യം ചെയ്യുകയും എന്തുകൊണ്ട് പ്ലേഗ് നിങ്ങൾക്ക് തുടച്ചു നീക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് മൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ള കാലഘട്ടമാണ്. സോ അതുപോലെ ആൻറ്റി കൊളോണിയൽ പ്രൊട്ടസ്റ്റ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾസ്. ഓക്കെ. അതുപോലെ ഫ്രീഡം സ്ട്രഗിൾസ്, കൊളോണിയലിസത്തിനെതിരെയുള്ള ഒരുപാട് പ്രൊട്ടസ്റ്റ്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത് 1960-കളിലാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈഡ് സ്പ്രെഡ് പ്രെഡിലക്ഷൻ ഫോർ മാർജിനലൈസ്ഡ് കൾച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു പ്രവണത ഉയർന്നു വന്നിട്ടുള്ളത് 1960-കളിലാണ്. ഓക്കെ. സോ റിവൈസ്ഡ് മാർക്സിസത്തെ വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുന്നു. അതിൽ നിന്ന് ന്യൂ ലെഫ്റ്റ് എന്നുള്ള പുതിയൊരു ടീമൊക്കെ വരുന്നു. ഫെമിനിസം ആൻഡ് സബ് കൾച്ചേഴ്സ് ആർ എ ഫ്യൂ ഓഫ് ദ ഡിഫൈനിങ് എലിമെൻറ്റ്സ് ഓഫ് ദ എൻവിറോൺമെൻറ്റലിസം. അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി ഇവരെന്ത് ചെയ്തു, ഫെമിനിസത്തെയും അതുപോലെ ഫെമിനിസവുമായി ബേസ് ചെയ്തിട്ട് സബ് കൾച്ചേഴ്സ്, ഐ മീൻ എത്നിക് ഐഡൻറ്റിറ്റി, സബാൾട്ടേൺ, ദലിത് പീപ്പിൾ, ഇങ്ങനെ ഫെമിനിസത്തെയും അതുപോലെ അതിൻ്റെ സബ് കൾച്ചേഴ്സിനെയും അതുപോലെ പരിസ്ഥിതിയെ സംബന്ധിച്ചും ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തുകയും കൾച്ചറിനെ ഒരുപാട് രീതിയിൽ കീറിമുറിച്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ് 1960. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ CCCSS വരുന്നത്. അതുകൊണ്ട് CCSSൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോട് കൂടി എല്ലാ മേഖലയിലും ഈ ഒരു അവരുടെ ചിന്തകൾ ഭയങ്കര സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ. സോ the ascent of youth culture and a decade in which the Birmingham Center was founded. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ യൂത്തിൻ്റെ ഒരു ഉയർച്ചയാണ്. ഐ മീൻ യൂത്ത് മൂവ്മെൻറ്റ്സ്, യുവാക്കൾ യുവതികൾ നടത്തുന്ന മൂവ്മെൻറ്റ്സ്, അതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഉയർച്ച സംഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിക്കേഡിൽ, 1960-കളിൽ. ഓക്കെ. 1960-കളിലാണ് നമ്മുടെ ബർമിംഗ്ഹാം സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ യൂത്താണ് ഏറ്റവും കൂടുതൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നത്. സ്റ്റുവാർട്ട് ഹാൾ, ഹു വാസ് at first associate director, later became the director following Hogarth. സോ സ്റ്റുവാർട്ട് ഹാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ ഒരു സെൻറ്ററിൻ്റെ സ്റ്റുവാർട്ട് ഹാൾ. ഓക്കെ. ഹൊഗാർട്ട് ആൻഡ് ഹാൾ, ലൈക്ക് റൈമണ്ട് വില്യംസ്, ഇനീഷ്യേറ്റഡ് ദ സ്റ്റഡി ഓഫ് കൾച്ചേഴ്സ് ഫ്രം ബിലോ. അപ്പോൾ ഈ കൾച്ചർ സ്റ്റഡീസിൻ്റെ അതിനെ ഏറ്റവും അടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന 3 പ്രധാനപ്പെട്ട ആളുകളാണ് റിച്ചാർഡ് ഹൊഗാർട്ടും സ്റ്റുവാർട്ട് ഹാളും റൈമണ്ട് വില്യംസും. ഈ 3 പേരെ എപ്പോഴും ഓർത്തു വെക്കണം CCCSS നമ്മൾ കേൾക്കുന്ന സമയത്ത്. ഓക്കെ. ഹൊഗാർട്ട് ഹിംസെൽഫ് സ്റ്റഡീഡ് ദ കൾച്ചറൽ ഹാബിറ്റ്സ് ആൻഡ് പെക്യുലാരിറ്റീസ് ഓഫ് ദ വർക്കിംഗ് ക്ലാസ് ആൻഡ് വിമൻ നെയ്ബർഹുഡ് ഇൻ ഹിസ് ബുക്ക്. അപ്പോൾ റിച്ചാർഡ് ഹൊഗാർട്ടാണ് ഇതിൽ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഹാബിറ്റ്സ്, ശീലങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ശീലങ്ങളിൽ വരുന്ന മാറ്റം, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് വർക്കിംഗ് ക്ലാസ് പീപ്പിളിൽ ഉള്ള വിമൻസിനെയും വിമൻ അതുപോലെ മെൻ, ഈ ഒരു കാറ്റഗറിയെ, യൂത്ത് കാറ്റഗറിയെ എങ്ങനെയാണിത് ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത് ചർച്ച ചെയ്യുന്നത് എവിടെയാണ്? ഒരു ബുക്കിലാണ് അദ്ദേഹം. ആ ബുക്കിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, യൂസസ് ഓഫ് ലിറ്ററസി ഇൻ ദ ഇയർ 1957. സോ യു ഹാവ് ടു നോട്ട് ദാറ്റ്, ദ യൂസസ് ഓഫ് ലിറ്ററസി. He and later Hall encouraged young scholars of the center to study everyday lives of the popular classes, including black and ethnic minority people, youth and women belonging to the working class people. So അതിനുശേഷം സ്റ്റുവാർട്ട് ഹാൾ യൂത്ത് കമ്മ്യൂണിറ്റിയെ, യൂത്ത് സ്കോളേഴ്സിനെ, പണ്ഡിതന്മാരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ.
അപ്പോൾ സ്റ്റുവർട്ട് ഹാൾ പറയുന്നത് അവരോട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം. ഈ ഒരു ആ സെൻറ്ററിലുള്ള സ്കോളേഴ്സിനോടാണ് പറയുന്നത്, ഈ സെൻറ്ററിൽ മെമ്പർ ആയിട്ടുള്ള സ്കോളേഴ്സിനോടാണ് പറയുന്നത്, CCCSSലെ മെമ്പർ ആയിട്ടുള്ള സ്കോളേഴ്സിനോടാണ് പറയുന്നത്. ഓക്കെ, എവറിഡേ ലൈഫിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ പോപ്പുലർ ക്ലാസ്സസ്, ഈ ബ്ലാക്ക് കമ്മ്യൂണിറ്റി, അതുപോലെ എത്നിക് മൈനോറിറ്റി, അതുപോലെ ഇങ്ങനെയുള്ള അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിനെ കുറിച്ച് പഠിക്കുകയും അവരെ, അതുപോലെ തന്നെ സ്ത്രീകളെക്കുറിച്ചും യുവാക്കളെക്കുറിച്ചും ഇങ്ങനെയുള്ള ബേസിക്കായിട്ട് പോപ്പുലർ ക്ലാസ്സിനെ കുറിച്ച് മാത്രം നിങ്ങൾ പഠിക്കുകയും ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് പോപ്പുലർ ക്ലാസ്സുകളെ കുറിച്ചാണെന്നും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനിടയിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് നിങ്ങൾ ഡീപ്പായിട്ട് പഠനം നടത്തണമെന്നും റിപ്പോർട്ടുകൾ തയ്യാറാക്കണമെന്നൊക്കെ ഈ യുവ പണ്ഡിതന്മാരോട് ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സ്റ്റുവർട്ട് ഹാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സോ ആ ഒരു സെൻറ്ററിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു പഠനം തന്നെയായിരുന്നു. ഓക്കെ, സോ എവറിഥിങ് ദാറ്റ് കെയിം അണ്ടർ ദ പോപ്പുലർ കൾച്ചർ ഇൻക്ലൂഡിങ് ഫുഡ് ഹാബിറ്റ്സ്, മ്യൂസിക്, ഫിലിംസ് ആൻഡ് പ്ലേസ്, reading habits, dress patterns, stars and celebrities, and adults and magazines became the subjects of the study in the center. So all these topics were the topics to study in this center. അപ്പോൾ CCCSന്റെ കീഴിൽ നടന്നിട്ടുള്ള പഠനത്തിൽ ഈ എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. ഓക്കെ, ദ മെത്തോഡ് Hello. Okay. The methodologies formulated at the center were informed by a wide range of theories, the foremost being that of Louis Althusser and Antonio Gramsci. ഓക്കെ, അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മെത്തഡോളജീസ് എല്ലാം അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒരുപാട് തിയറീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് തിയറീസ് മുന്നോട്ട് വെച്ചിട്ട്, ഒരുപാട് മെത്തഡോളജീസ് മുന്നോട്ട് വെച്ചിട്ടാണ് ഇവർ ഈ പഠനങ്ങളെല്ലാം നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഫോർമോസ്റ്റ് തിയറി ആയിട്ട്, ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു തിയറിസ്റ്റായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ലൂയിസ് ആൽത്യൂസറിനെയും അതുപോലെ ആൻറ്റോണിയോ ഗ്രാംസ്കിയുമാണ്. ഓക്കെ, ദ അപ്രോച്ച് വാസ് ട്രൂലി ഇൻ്റർഡിസിപ്ലിനറി. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇൻ്റർഡിസിപ്ലിനറിയാണ്. ഐ മീൻ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, പല സബ്ജക്റ്റുകളിലൂടെയും ഒരേ സമയം കടന്നു ചെല്ലുകയാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, കൾച്ചർ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, കൾച്ചർ ഒരു ഭാഗത്ത് പഠനത്തിന് വിധേയമാകപ്പെടുന്നുണ്ട്, ഒരു ഭാഗത്ത് സൊസൈറ്റി വിധേയമാകപ്പെടുന്നുണ്ട്, റിലീജിയൻ, സ്റ്റേറ്റ് എല്ലാം അവിടെ പഠനത്തിന് വിധേയമാകപ്പെടുന്നുണ്ട്. സോ ഇൻ്റർഡിസിപ്ലിനറി ടോപ്പിക്. The center thus inaugurated a new practice of literary critical analysis of popular culture. അതിനുശേഷം നമ്മുടെ ആൻ്റോണി ഗ്രാംസ്കി, അതുപോലെ റൈമണ്ട് വില്യംസ്, ഇവർക്കൊക്കെ ശേഷം ലിറ്റററി ക്രിട്ടിക്കൽ അനാലിസിസിലോട്ട് ഈ ഒരു സെൻറ്റർ മാറാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ട്, CCCSനെ ബേസ് ചെയ്തിട്ട് ലിറ്ററേച്ചറിൽ ഒരുപാട് പഠനങ്ങൾ ഇവരാണ് ചെയ്തിട്ടുള്ളത്. The center, which began as an academic response to the immense culture changes of the post-war era, was abruptly closed in 2002, causing worldwide protest from the academics. 1964 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചർ സ്റ്റഡീസ് എന്നുള്ള ഈ ഒരു സെൻറ്റർ 2002 ക്ലോസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ പറയുന്നത് വൈഡ് പ്രൊട്ടസ്റ്റ് ഫ്രം ദ അക്കാഡമിക്സ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള അക്കാഡമിക്സിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ്, ഒരു എതിർപ്പ് മൂലം ഇത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് 2002. അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം ഓർത്ത് വെക്കണം. 1964 സ്റ്റാർട്ട് ചെയ്തു, 2002 ക്ലോസ് ചെയ്തു. പക്ഷെ ആ വലിയ കാലയളവിൽ ഒരുപാട് വലിയ ചേഞ്ചസ് ആണ് സൊസൈറ്റിയിൽ ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റിൽ, ഇൻ്റലക്ച്വൽ ലെവലിൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു സെൻറ്ററിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഏത് വർഷമാണ് ഈ സെൻറ്റർ ഫോം ചെയ്തിട്ടുള്ളത്, ഫൗണ്ട് ചെയ്തത് ആരാണ്? റിച്ചാർഡ് ഹൊഗാർട്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നത് ആരൊക്കെയാണ്? സ്റ്റുവർട്ട് ഹാൾ, ഓക്കെ, ആൻഡ് റൈമണ്ട് വില്യംസ്. അതിനുശേഷം അതിൻ്റെ ഈ ഒരു സ്കൂളിൽ ഏറ്റവും ലേറ്റായിട്ട് വന്നിട്ടുള്ള 2 ആളുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലൂയിസ് ആൽത്യൂസർ, അതുപോലെ ആൻ്റോണിയോ ഗ്രാംസ്കി. ഓക്കെ, സോ ടോട്ടൽ 5 പേരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ okay, so let's stop this lecture now, and we have to continue the discussion with Raymond Williams for the next time. Raymond Williams is
our another topic is the next topic that we have to discuss. And after Raymond Williams, we have to discuss New Left, then culturalism. Okay, so everything can be dealt with a easy way. Anyway, I'm just winding up the session right now, and we can meet for another video lecture. Okay.